എന്ത് പറ്റി മോനച്ചായ? ഓ ഒന്നുമില്ലടി. എന്ത് പറ്റി മോനച്ചായ? ആകെ മൂഡ് ഓഫ് ആയിട്ടാണല്ലോ വന്നത്. എന്ത് പറ്റി? ഇതെന്തുവാ? ദൈവമേ, ഇത് ടെർമിനേഷൻ നോട്ടീസ് ആണല്ലോ മോനച്ചായ. നമുക്ക് ഒരുപാട് സാലറി പെൻഡിങ് ആണെന്നല്ലേ? ഏകദേശം 13 മാസത്തെ സാലറി പെൻഡിങ് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ടെർമിനേഷൻ ഉണ്ട്. ഇതെല്ലാം കമ്പനി ഇനിയും തരുമോ? ഒന്നും അറിയത്തില്ല സോഫി. അവരാൾക്കാരെ എല്ലാം പറഞ്ഞു വിടുക. ഇത്രയും സാലറി പെൻഡിങ് ഉള്ളതുകൊണ്ട് ഞാനായിട്ട് റിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ ദൈവം തന്ന ജോലിയല്ലേ എന്ന് കരുതി ഞാനത് ചെയ്തില്ല. 13 മാസത്തെ സാലറി ആയിരുന്നു പെൻഡിങ്. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ അതും പോയി. അപ്പുനെയും നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിൽ ചേർത്തതേ ഉള്ളൂ. കിച്ചു ഇപ്പോൾ 12th കയറിയതേ ഉള്ളൂ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലടി. മോൻ്റെ പഠനം ഒരു കാരണവശാലും മുടങ്ങരുത്. നമുക്ക് ഈ ജോലി പ്രശ്നം വന്നപ്പോൾ നാട്ടിലെ സ്കൂളിലൊക്കെ അന്വേഷിച്ചല്ലേ. അവിടെ ഒന്നും ഇനി 12th ഇനി അഡ്മിഷൻ കിട്ടത്തില്ല. നമുക്കിവിടെ നിന്നേ പറ്റും. ദൈവം അറിയാൻ നമുക്കൊന്നും സംഭവിക്കില്ല മോനച്ചായ. ദൈവം എല്ലാം നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കും തരുന്നത്. ഓ എന്ത് പറഞ്ഞാലും ദൈവം 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 ഇത് കേട്ട് കേട്ട് മടുത്തു മോനച്ചായ. എന്നിട്ട് ദൈവത്തിന് നമ്മളോട് കരുണ തോന്നില്ലല്ലോ. അങ്ങനെയൊന്നും പറയണ്ട മോനച്ചായ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മോനച്ചായന് ശമ്പളം കിട്ടാത്ത സമയത്തും 1 വർഷമായിട്ട് എനിക്ക് ജോലിയില്ല. ആ സമയത്തൊക്കെ ദൈവം എത്ര അതിശയമായിട്ട് നമ്മളെ നടത്തി. ആ ദൈവം ഇനിയും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ദൈവത്തെ ഒരിക്കലും തള്ളി പറയരുത്. ഇപ്പം തന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ട് വന്ന് കയറിയത്. അയ്യോ, എന്തു പറ്റി? ഞാൻ ഈ ടെർമിനേഷൻ്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുമായിരുന്നു. അപ്പം ഞാൻ ട്രാക്ക് തെറ്റിച്ച് ഞാനിങ്ങോട്ട് കയറിയപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് ഇടിക്കാൻ പോയി. ഞാനിങ്ങനെ വെട്ടിച്ച് മാറ്റിയതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവമേ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, വണ്ടി ഇങ്ങനെ ഒന്ന് വെട്ടിച്ചപ്പോൾ ആ മതിലേലൊന്ന് ഉരഞ്ഞ് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് പോയി. ദൈവമേ സ്തോത്രം. ദൈവം കാത്തല്ലോ. മോനച്ചാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ. നമുക്ക് ഈ വിഷയം വെച്ച് പിള്ളേരോടെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരുന്നു. ഇതുവരെ നടത്തിയ ദൈവം നമ്മളെ ഇനിയും നടത്തിച്ചല്ലേ. പോയി കുളിച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. സോഫിയേ, നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാത്തില്ല. 2-3 മാസമായല്ലോ. പോയി അന്വേഷിച്ചാലേ വല്ല കാര്യം നടക്കത്തുള്ളൂ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ മോനച്ചായ. മോനച്ചാൻ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം. മോനച്ച, ഓഫീസിൽ പോയിട്ട് എന്തായി കാര്യങ്ങൾ? വലിയ പ്രതീക്ഷയൊന്നുമില്ല സോഫി. അവർ പറയുന്നത് ക്ലയൻറ്റിൽ നിന്ന് ഇതുവരെ പൈസയൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ തരുമെന്നുള്ള ഒരു ഉഴപ്പം മറുപടിയാണ് അവരിപ്പോഴും പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ എത്ര ആളിങ്ങനെ കാത്തിരിക്കും? ഇവിടുത്തെ ചിലവുകൾ എങ്ങനെ നടക്കും? ഒരു ഐഡിയ ഇല്ലടി. നമുക്ക് ഈ മാസാവസാനം വരെ നോക്കാം. എന്നിട്ട് ഒന്നും ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലങ്ങ് പോകാം. അല്ല എന്താ ചെയ്യുക? അങ്ങനെ നാട്ടിൽ പോയാൽ അവൻ 12ാം ക്ലാസ്സിലല്ലേ? അവൻ്റെ പഠിത്തമെല്ലാം മുടങ്ങത്തില്ലേ? അതൊക്കെ ശരിയാ. പക്ഷെ വരുമാനമില്ലാതെ നമ്മളിങ്ങനെ എങ്ങനെ ഇവിടെ തുടരും? എന്തായാലും ഭാരപ്പെട്ട് പെട്ടെന്നൊരു തീരുമാനം നമ്മൾ എടുക്കണ്ട. ഇതുവരെയും നമ്മളെ നിരാശപ്പെടുത്താത്തൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഈ പ്രയാസങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് പറയാം ഈ വിഷയം. എനിക്ക് 100% ഉറപ്പാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം ഒരു വഴി തുറന്നു തരുമെന്ന്. നിന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കട്ടെ. ഞാനും ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കിച്ചു, തങ്കം, വാ, നമുക്ക് പോയി പ്രാർത്ഥിക്കാം. കണ്ണുനീരെന്നു മാറുമോ? വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ
രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? എന്തുവാ കുറെ നേരമായിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നല്ലോ, നോക്കട്ടെ. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശുവേ, നീ വലിയവനാ. യേശുവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സോഫി, സോഫി, എടി എണീക്ക്. സോഫി, എണീക്ക്. എടി എണീക്ക്. വലിയൊരു അത്ഭുതം കാണിച്ചാലാടി ഞാൻ. സോഫിയെ, നീ ഇത് കണ്ടോടി, മൊത്തം പൈസ ക്രെഡിറ്റായി. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഒറ്റ പൈസ പോലും കിട്ടത്തില്ലെന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നമ്മളെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതാ. ദൈവം മൊത്തം തന്നു. താവേ സ്തോത്രം. എന്നാലും മോനിച്ച എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒറ്റ രാത്രി കൊണ്ടല്ലേ ഇത്രയും ശമ്പളം അവർ ട്രാൻസ്ഫർ ചെയ്തത്. നമ്മുടെ ദൈവം എത്ര വലിയവനാ, നമ്മളെ എന്തുമാത്രം കരുതുന്നുണ്ട്. നമുക്കിത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ മാസാവസാനത്തോടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ പോകണമെന്ന് നമ്മൾ വിചാരിച്ചല്ലേ. നമ്മുടെ ദൈവം അതിനിടയാക്കിയില്ലല്ലോ. നമുക്കിനി ധൈര്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ പഠിപ്പിക്കാമല്ലേ. ശരിയാ മോനിച്ചായ, ഒരു പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ നമ്മൾ ചിലവാക്കി തീർത്തേനെ. നമ്മൾ അറിഞ്ഞില്ലല്ലോടി, നമ്മുടെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നമുക്ക് തരുവാൻ വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപിച്ച് വെച്ചിരുന്ന ഒരു അനുഗ്രഹമായിരുന്നു ഇതെന്ന്. അതെ മോനിച്ചായ, ഇനി മുതൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ദൈവത്തിന് വിധേയപ്പെട്ട് നമ്മൾ കുടുംബമായി ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമ്മളെ തന്നെ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. തീർച്ചയായും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി. ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഒരു സാങ്കല്പികമല്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ദൈവത്തിൻ്റെ അനേക അത്ഭുത പ്രവൃത്തികളിൽ പ്രധാനമായ ഒന്ന് മാത്രമാണ്. ഇത് ഞങ്ങളുടെ സാക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിതിൽ അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾ ഫേസ് ചെയ്ത ചില സാഹചര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ചില അവസരങ്ങളിൽ പരീക്ഷയുടെ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചെന്ന് വന്നേക്കാം. അത് പ്രയാസമേറിയതും വേദന നിറഞ്ഞതുമായിരിക്കാം. ദൈവം എന്തിനു വേണ്ടി അത് അനുവദിച്ചു എന്ന് ഒരുപക്ഷെ നമുക്കപ്പോൾ മനസ്സിലാകില്ല. എന്നാൽ അതിൻ്റെ മഹത്വം ഒടുവിൽ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവം അനുവദിക്കുന്ന പരീക്ഷകൾ പലപ്പോഴും നമുക്ക് മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഇതറിയാതെ പലപ്പോഴും നാം ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. നന്ദി യേശുപരാ.